പ്രിയപ്പെട്ട കൂട്ടുകാരെ, പട്ടം പറപ്പിക്കട്ടെ എന്ന പാഠഭാഗത്തെ ക്ലാസ്, അതായത് പഠന പ്രവർത്തനങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഇനി ഒരു ചെറിയ ഭാഗം കൂടെ മാത്രമേ ഉള്ളൂ. അതൊരു അതിനകത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നതാണ് നമ്മളെ സ്നേഹത്തിൻ്റെ ഭാഷ. ഈ ഒരു യൂണിറ്റിലെല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയായിരുന്നു അല്ലേ. എല്ലാ പാഠഭാഗങ്ങളും പരിചയപ്പെടുന്നത് സ്നേഹമാണ്. എല്ലാത്തിൻ്റെയും പ്രധാന ഒരു വിഷയമായി വന്നത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. സ്നേഹത്തെക്കുറിച്ചുള്ള കവിവാക്യങ്ങൾ, കഥാസന്ദർഭങ്ങൾ, ഗാനങ്ങൾ, ചൊല്ലുകൾ, മഹാന്മാരുടെ വാക്കുകൾ തുടങ്ങിയവ അടുത്തുള്ള ലൈബ്രറികളിൽ നിന്ന് അല്ലെങ്കിൽ വായനശാലയിൽ നിന്ന് ശേഖരിച്ച് നോട്ട് പുസ്തകത്തിൽ തയ്യാറാക്കി വെക്കുക എന്നൊരു നിർദ്ദേശം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നിർദ്ദേശം അനുസരിച്ച് നിങ്ങളത് നിങ്ങളുടെ കളക്ഷൻ എന്നൊരു ഇത് നിങ്ങൾക്ക് ഉണ്ടാവുമെന്നറിയില്ല. അപ്പോൾ അതിനകത്തെല്ലാം ശേഖരിച്ച് വെക്കുക എന്ന നിർദ്ദേശമാണ് പാഠഭാഗത്തെ ഒരു ഈ യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ഏറ്റവും ഒടുവിലത്തെ യൂണിറ്റാണ്. അതിലെ ഏറ്റവും ഒടുവിലത്തെ പാഠഭാഗത്തിൻ്റെ ഏറ്റവും ഒടുവിലെ പ്രവർത്തനമാണിത്. അപ്പോൾ എല്ലാവരും ആ പ്രവർത്തനം ഇതേപോലെ തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ലതാ സജി വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇനിയൊരു പറഞ്ഞിരിക്കുന്നത് നമ്മൾ മഹാന്മാരുടെ വാക്കുകളെന്ന് ഉദ്ദേശിച്ചല്ലോ, മഹത്വചനങ്ങൾ. അതിനെ അടിസ്ഥാനമാക്കി ഗുരുവചനം അറിയാലോ. ഗുരുവചനം ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ആണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നിങ്ങളുടെ ക്ലാസ്സിലൊരു വിവരണമൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് തരും. ലോകം ഒന്നായി കാണണമെന്ന് പട്ടം ആവശ്യപ്പെട്ടില്ലേ? ആ പട്ടം പറപ്പിക്കട്ടെ എന്ന പാഠത്തിലെ ആ ഒരു നിർദ്ദേശം തന്നെയാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത്. ഈ പ്രപഞ്ചത്തെ ഒന്നായി തന്നെ കാണണം എന്ന ഗുരുദേവൻ്റെ വാക്കുകൾ അല്ലേ. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നൊക്കെയുള്ള ആപ്തവാക്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ. വളരെ മഹത്തായ വാക്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു നിർദ്ദേശമാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം, അതിന് ഉള്ളതെല്ലാം ഇല്ലാതെയാകണം. മനുഷ്യനും തമ്മിൽ സഹോദര ബന്ധം വേണം എന്ന് പറഞ്ഞാൽ പരസ്പര പൂരകങ്ങളായിരിക്കണം. എല്ലാവരും സഹായ മനസ്കതയുള്ളവരായിരിക്കണം. ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന രീതിയിൽ ജീവിക്കണം എപ്പോഴും. അല്ലാതെ അവനുള്ളത് അതിനെ ഒരു അസൂയയായി കണ്ട് അവനെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും അതൊരു പാഠമാക്കിയിരുന്നെങ്കിൽ ഈ ലോകം ഇത്രയും നശിച്ചു പോവില്ലായിരുന്നു അല്ലേ. ഈ പറയുന്ന എന്നെ കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നരനും തമ്മിൽ സാഹോദര്യം ഉണ്ടായിരിക്കണം അതല്ലേ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ, എല്ലാ മതങ്ങളും ഒന്നാണ്, സഹോദരരായിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. അങ്ങനെ ആയിരിക്കണം. ഇനി അതിന് വിഘ്നങ്ങളായുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇല്ലാതെയാക്കണം. ആ വിഘ്നങ്ങളെയൊക്കെ നമ്മൾ തെറിപ്പിച്ച് കളഞ്ഞ് എല്ലാ വിഘ്നങ്ങളെയും തെറിപ്പിച്ച് എല്ലാവരും ഒന്നായി തന്നെ ജീവിക്കണം എന്നാണ് ഈ 4 വരിയിലൂടെ അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പാഠഭാഗത്തിൽ ഇപ്പോഴത്തെ പുതിയ പുസ്തകമാണല്ലേ, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ ഒരു പാഠം തന്നെ പഠിക്കാൻ നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ കേൾക്കുന്നതാണല്ലോ ഗുരുദേവനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും. ഇനിയും ഈ വരികളുടെ ഗുരു നമുക്ക് നൽകുന്ന സന്ദേശമാണ് കടലോളം സ്നേഹം എന്ന യൂണിറ്റിൻ്റെ തലക്കെട്ടുമായി ചേർത്ത് ഈ ഗുരുവചനം ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. നമ്മൾ പറഞ്ഞല്ലോ എന്താണ് കടലോളം സ്നേഹം എന്ന. നമ്മൾ ആ പാഠത്തിൽ ഓരോ കഥാപാത്രത്തെ എടുത്തു നോക്കൂ, എല്ലാം സ്നേഹമാണ് അതിൻ്റെ പ്രധാന എന്താ പറയുക സന്ദേശം എന്ന് പറഞ്ഞ പോലെ ഗുരുദേവൻ്റെ സ്നേഹം അല്ലേ. ആ സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ ഗുരുദേവനെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഗുരുദേവനെക്കുറിച്ച് ഒരു ചെറിയ പാഠപുസ്തകങ്ങളിലോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും തൊട്ടടുത്ത വായനശാലയിൽ നിന്ന് ശേഖരിച്ച കാര്യങ്ങൾ ശേഖരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് പ്രാധാന്യം. ശേഖരിച്ചു കൊണ്ടുവന്ന് ക്ലാസ്സിൽ നിങ്ങൾ ഒരു ചർച്ച പോലെ അവതരിപ്പിക്കുക. ഇനി സ്നേഹം തുളുമ്പുന്ന രചനകൾ. നമ്മുടെ ഈ യൂണിറ്റിലെ ഓരോ പ്രധാന വിഷയങ്ങൾ ഇതായിരുന്നു. ഒന്ന് അമ്മയുടെ സ്നേഹം, പിന്നെ കൂട്ടുകാര്, മരങ്ങൾ, പട്ടം, ഇവയെല്ലാമായിരുന്നു നമ്മുടെ ഈ യൂണിറ്റിലെ വിഷയങ്ങൾ. അവയെക്കുറിച്ചുള്ള ഒന്നുകിൽ ലേഖനം അല്ലെങ്കിൽ ഒരു കഥ, ഒരു കവിത നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സ്വന്തമായി എന്തെങ്കിലും ഒന്ന് തയ്യാറാക്കിക്കൂടെ? കഥ തയ്യാറാക്കാം, കവിത തയ്യാറാക്കാം, ലേഖനങ്ങൾ തയ്യാറാക്കാം, ചിത്രങ്ങൾ വരയ്ക്കാം, അവയ്ക്ക് നല്ല അടിക്കുറിപ്പുകൾ എഴുതാം.
ഈ ഓരോരുത്തരെക്കുറിച്ചും അമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ ഒരു കഥയാണോ കവിതയാണോ എന്താണ് നിങ്ങൾക്കൊരു ഒരു ചിത്രരചനയിലൂടെ അമ്മയുടെ സ്നേഹം വെളിവാക്കാൻ പറ്റുമോ? അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം രചനയാക്കി എടുത്തിട്ട് ക്ലാസ്സിലൊരു സ്നേഹപ്പതിപ്പ് തയ്യാറാക്കുക. എല്ലാവരുടെയും രചനകൾ കളക്ട് ചെയ്ത് ഒരു സ്നേഹപ്പതിപ്പ് തയ്യാറാക്കി പ്രകാശനം ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ വിളിച്ച് പ്രകാശനം ചെയ്യിക്കുക. അധ്യാപകർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് പിന്നെ പഠനോത്സവത്തിലോ അല്ലെ ഇനിയിപ്പോൾ വരുന്നത് വാർഷികം വരുന്നുണ്ട്, അതിനൊക്കെ മുമ്പേ തന്നെ നമ്മുടെ പഠനോത്സവം നമ്മുടെ ആ ഒരു വർഷം കൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നേടി എന്നുള്ളത് തെളിയിക്കുന്നതാണല്ലോ പഠനോത്സവം. ആ പഠനോത്സവത്തിലോ നമ്മൾ അവതരിപ്പിക്കുക, പ്രകാശനം ചെയ്യുക നിങ്ങളുടെ ഈ ഒരു സ്നേഹപ്പതിപ്പ്. 1-2 ബാക്കി കാര്യങ്ങളും കവി പരിചയം ഉൾപ്പെടെയുള്ള ഒരു ചെറിയ വീഡിയോയുമായി നാളെ തന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.